ഗർഭപാത്രത്തിൽ കാണാൻ തുടങ്ങി. പിന്നെ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് മരുന്ന് തന്നു. യൂറിൻ പോകുന്നിടത്തും മുഴ വന്നു. കർണൂരിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിച്ചു. ഒരു മാറ്റം ഉണ്ടായില്ല. ഇവിടുത്തെ മരുന്ന് വളരെ നല്ലതാണ്. ആഹാരമൊക്കെ നന്നായി കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നല്ല മാറ്റമുണ്ട്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഇവർ ഓൾറെഡി 3 ടൈംസ് ഇവിടുന്ന് മരുന്ന് കഴിച്ചിട്ടുണ്ട്. അവരിവിടെ വരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെഡിസിൻ കഴിച്ചതിന് ശേഷമാണ് ഇവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായത്. നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും കൂടാതെ ഇതിന്റെ ലക്ഷണങ്ങൾ ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നൊക്കെ. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണവും ചോദിക്കാം. നമസ്കാരം മാം, പേരെന്താണ്? നമസ്കാരം. സത്യമ്മ. എവിടെ നിന്നാ വരുന്നത്? മൈമാർ ജില്ലയിൽ നിന്ന്. ഓക്കെ മാം. എത്ര വയസ്സുണ്ട് മാമിന്? 66. ഓക്കെ. നിങ്ങൾക്ക് എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ഗർഭപാത്രത്തിന് കുറച്ചുള്ളിലായിട്ടാണ്. അത് ക്യാൻസർ പോലെ തോന്നുന്നു എന്നാണ് അവർ പറഞ്ഞത്. മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞു. ഓക്കെ. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷമല്ലേ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞതല്ലേ? അല്ലേ? ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഓപ്പറേഷൻ എല്ലാം ചെയ്തിരുന്നു. ഓപ്പറേഷൻ അതിനുശേഷമാണ് വന്നത്. ഓക്കെ. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം വന്നിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത്? വീട്ടില് കിടപ്പായി പോയിരുന്നു. എഴുന്നേറ്റ് ഒന്നും ചെയ്യാനും പറ്റില്ലായിരുന്നു. ആഹാരവും ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അമ്മയ്ക്ക് എന്നാ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ഓർത്ത് മക്കൾ എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. യൂറിൻ പോകുന്ന സ്ഥലത്ത് പോലും മുഴ പോലെ ഉണ്ടായിരുന്നു. അതിന് പോലും ഓപ്പറേഷൻ ചെയ്തിരുന്നു. എന്നിട്ട് ഒരു മാറ്റവും ഉണ്ടായില്ല. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? 2 വർഷമായിട്ട്. ഓക്കെ മാം. 2 വർഷമായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നോ ആ സമയത്ത്? വേറെ മരുന്നെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. കർണൂരിൽ നിന്നെല്ലാം ഒരുപാട് മരുന്നെല്ലാം കഴിച്ചെങ്കിലും മാറ്റം ഉണ്ടായില്ല. ഇവിടേക്ക് വന്നതിന് ശേഷം 3 മാസത്തില് എത്ര പ്രാവശ്യം എടുത്തു ഈ മരുന്ന്? രാവിലെയും രാത്രിയും. രാവിലെയും രാത്രിയും 2 പ്രാവശ്യം അല്ലേ? ദിവസത്തിൽ 2 പ്രാവശ്യമാണ് കഴിച്ചല്ലേ? 2 തവണ. ഓരോ തവണയും 4 മരുന്ന് വെച്ച്. 4 മരുന്നാണല്ലേ കഴിച്ചത്? ഇവിടെ വന്ന സമയത്ത് മരുന്ന് കഴിച്ചപ്പോ എന്തായിരുന്നു മാമിന്റെ അനുഭവം? ഈ മരുന്ന് കഴിച്ച ശേഷം നല്ല മാറ്റമുണ്ട്. അപ്പോഴത്തെ പ്രശ്നം വെച്ച് നോക്കിയാൽ ഇപ്പൊ എനിക്ക് നല്ല മാറ്റമുണ്ട്. ആ വേദനയൊന്നും ഒട്ടും വരുന്നില്ല. ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ആശ്വാസമുണ്ട്. ഇവിടെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ? ഇല്ല. അല്ലേ? ഇല്ല, വിശപ്പൊട്ടും ഉണ്ടായിരുന്നില്ല. വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ആരെങ്കിലും അടുത്ത് വന്നാൽ പോലും എഴുന്നേറ്റിരിക്കാൻ പറ്റാത്ത കിടപ്പ് തന്നെയായിരുന്നു. ഉറക്കവും ഒട്ടും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സന്തോഷമായിട്ടാണല്ലേ ഇരിക്കുന്നത്? വിഷമിക്കൊന്നും വേണ്ട. അതെ. ഈ അസുഖത്തെ പറ്റി നേരത്തെ അറിയായിരുന്നോ മാമിന്? എന്താണ് ക്യാൻസർ എന്നും എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നൊക്കെ? അതിനെപ്പറ്റി ഒന്നും അറിയില്ല മാഡം. ഈ അസുഖം കുടുംബത്തില് മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ആർക്കുമില്ല. ഓക്കെ. ഈ ഹോസ്പിറ്റലിനെ പറ്റി എങ്ങനെയാ അറിഞ്ഞേ? എന്റെ ചേട്ടന്റെ മോനൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്റെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. അത് മാഡം ഡിസംബറിലാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ഒരു മാമന്റെ മോൻ വന്നു. അവരുടെ ഒരു റിലേറ്റീവ് ഇവിടെ വന്ന് ചികിത്സിച്ച് ശരിയായിട്ടൊക്കെ ഉണ്ടത്രേ. അവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞ് അവർ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നല്ല മാറ്റം ഉണ്ടായിരുന്നു എന്നൊക്കെ അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സാറിന്റെ ആരാ? ഞാൻ മകനാണ്. കുമാർ എന്നാ പേര്. സോ ഇപ്പോ ഇത് ക്യാൻസർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പൊ ഇവിടുത്തെ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം അമ്മയെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത്? ഇതിനു മുമ്പ് വളരെ കഷ്ടപ്പാടായിരുന്നു. കാരണം എന്റെ കുടുംബത്തിന്റെ വരുമാനം കൃഷിയായിരുന്നു. അമ്മ ഇല്ലെങ്കിൽ കൃഷിയുടെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാവുന്നു. കൃഷിയൊക്കെ വെറുതെ പോയി. വളരെ വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാണ്ട് ഇരുന്നപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. 3 മാസമായിട്ട് നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നന്നായിട്ടിരിക്കുന്നു. നന്നായിട്ടുണ്ട്. ഇപ്പോഴത്തെ റിസൾട്ട് കാണുമ്പോ സാറിന് എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. വളരെ സന്തോഷമുണ്ടല്ലേ? വേറെ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ അമ്മയുടെ ഈ അസുഖത്തെ പറ്റി? അതറിയായിരുന്നു. വീടിന്റെ അടുത്തുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയായിരുന്നു. അവരൊക്കെ ദിവസവും അമ്മയെ കാണുന്നുണ്ടല്ലോ. ഓപ്പറേഷന് പോയതും എല്ലാം അവർക്ക് അറിയായിരുന്നു. ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടിയത് എന്തായാലും നന്നായി. എത്ര മാസത്തേക്കാണ് മരുന്ന് കഴിക്കാൻ മരുന്ന് ഇപ്പൊ 3 മാസത്തോട് പറഞ്ഞിരിക്കണത്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മുടെ ടോക്കൺ ഇതുവരെ ഒന്നും ആയിട്ടില്ല. കണ്ടിട്ട് വേണം സാർ എന്താണ് പറയുന്നതെന്ന് അറിയാം. ഇപ്പൊ സന്തോഷത്തോടെ നിങ്ങളെ ഡോക്ടറെ പോയി കണ്ടോളൂ. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ഫോളോ ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് അസുഖം ഭേദമായതിനു ശേഷം വീണ്ടും കാണാം സർ. ഓക്കെ, താങ്ക് യു.